കണ്ണൂർ പാറക്കണ്ടി വ്യാപാര ഭവൻ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. 2 വർഷത്തോളമായി റോഡ് തകർന്നിട്ട് മഴക്കാലം തുടങ്ങിയതോടെ ദുരിതവുമേറി. കോർപ്പറേഷനും MLAയും തമ്മിലുള്ള ആശയക്കുഴപ്പവും റോഡ് ടാറിങ്ങിന് വിലങ്ങുതടിയായി. കാൽനടയാത്ര പോലും ദുഷ്കരം. വാഹനങ്ങൾ കടന്നുപോകുന്നതാകട്ടെ ഏറെ പ്രയാസപ്പെട്ടും. തകർന്ന റോഡിൽ മഴവെള്ളം കൂടി ആയതോടെ ദുരിതം ഇരട്ടിച്ചു. 3 വർഷത്തോളമായി ഈ ദുർഗതിയെന്ന് പ്രദേശവാസിയായ MK ഷംസീർ പറയുന്നു. വ്യാപാര ഭവന്റെ ഭാഗത്ത് റോഡിൻ്റെ അവസ്ഥ തുടങ്ങിയിട്ട് 3 വർഷങ്ങളായി ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. കുണ്ടും കുഴിയായിട്ട് എല്ലാ ആൾക്കാരും, ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ കൗൺസിലർമാരെയും അതുപോലെ മേൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാവരെയും കണ്ടു പറഞ്ഞു. സംഗതി ഇന്നുവരെ ശരിയായിട്ടില്ല. ഈ റോഡിന്റെ ദുർഗതിക്ക് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ തമ്മിൽ ഏകോപനം ഇല്ലാത്തതിന്റെ പ്രശ്നം കൂടിയുണ്ട്. റോഡ് റീടാറിങ്ങിന് നേരത്തെ കോർപ്പറേഷൻ 10 ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമെന്ന് അന്ന് വിമർശനമുയർന്നു. കൂടുതൽ തുക വേണമെന്ന് കൗൺസിലർ ചിത്തിര ശശിധരൻ നിരന്തരം കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. ഇത് നടക്കാതെ വന്നപ്പോൾ കൗൺസിലർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ശ്രദ്ധയിൽ വിഷയംപ്പെടുത്തി. റോഡ് ടാറിങ്ങിന് 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. സാങ്കേതിക തടസ്സം കാരണം ഫണ്ട് അനുവദിച്ചത് മെയ് 15-ന്. അപ്പോഴേക്കും മഴ കനക്കുകയും ചെയ്തു. റോഡിന് ഫണ്ട് അനുവദിക്കുമ്പോൾ അത് അറിയിക്കുക പോലും ചെയ്തില്ലെന്ന പരാതിയാണ് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തലിന്. ഇത് പ്രവൃത്തികളെ ആകെ ബാധിക്കുന്നതായും ഇത്തരം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും മേയർ വിമർശനം ഉന്നയിക്കുന്നു. സാങ്കേതിക കുരുക്ക് എന്തായാലും അതിന്റെ ദുരിതം പേറുന്നത് പ്രദേശവാസികളാണ്. ഏറെ ദുഷ്കരമാണ് ഇതുവഴിയുള്ള യാത്രയെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു. ഏകദേശം 1 കൊല്ലത്തോളം ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മളെ ചെറിയ വണ്ടിക്കാർക്ക്, ഓട്ടോക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം. അല്ലെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ. പിന്നെ ബാക്കിയെല്ലാം ഒന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നും അറിയില്ല, കണ്ടീഷൻ ആക്കിയതാണ് എന്ന് പറയും. മഴയ്ക്ക് മുമ്പേ ഉണ്ടല്ലോ, പിന്നെ മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യേണ്ടതല്ലേ, അത് ചെയ്തിട്ടില്ല. മഴ തുടർച്ചയായി 4 ദിവസം മാറി നിന്നാൽ തന്നെ ടാറിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് കൗൺസിലർ ചിത്തിര ശശിധരൻ നൽകുന്നത്. അതേസമയം ടാറിംഗ് നീളാൻ സാധ്യത ഉള്ളതിനാൽ ഇവിടെ താൽക്കാലിക അറ്റകുറ്റപ്പണിയെങ്കിലും വേണമെന്ന നിലപാടിലാണ് മേയർ മുസ്ലിം മഠത്തിൽ. താൽക്കാലിക പരിഹാരമെങ്കിലും ഉടൻ വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.